നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്കിനി ബാക്കി ഭാഗം കൂടി കേട്ടാലോ? ഇനി ഉള്ളതൊരു കഥയാണല്ലേ. ഈ കഥ ചിലപ്പോൾ കൂട്ടുകാരെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലേ? പുളിയൻ മുന്തിരിങ്ങയുടെ കഥ കേട്ടിട്ടില്ലേ? കുറുക്കൻ്റെയും. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം അല്ലേ? കഥ കേൾക്കാം. പുളിയൻ മുന്തിരിങ്ങ. നല്ല പഴുത്ത മുന്തിരിങ്ങയുടെ മണം കേളുക്കുറുക്കന് സന്തോഷമായി. അവൻ്റെ വായിൽ വെള്ളമൂറി. അവൻ പമ്മി പമ്മി തോട്ടത്തിലെത്തി. മുന്തിരിക്കുലയെല്ലാം വളരെ ഉയരത്തിലാണ്. എങ്ങനെ കിട്ടും? കുറുക്കച്ചാർ ചിന്തിച്ചു. കൊതി അടക്കാൻ വയ്യ. അവൻ മുന്തിരിക്കുലയ്ക്കു നേരെ വായും പൊളിച്ചു ചാടി. എത്ര ചാടിയിട്ടും മുന്തിരിക്കുലയുടെ അടുത്തെത്താൻ സാധിച്ചില്ല. ഈ കാഴ്ച കണ്ട് ചോണനുറുമ്പിനും ചിലന്തിക്കും ചിരി അടക്കാൻ കഴിഞ്ഞില്ല. നാണം കെട്ട കേളു മുന്തിരിക്കുല നോക്കി പറഞ്ഞു, ആർക്കു വേണം ഈ പുളിയൻ മുന്തിരിങ്ങ? അപ്പോൾ ഈ കഥ ഒന്നുകൂടെ വായിച്ചു നോക്കാം അല്ലേ കൂട്ടുകാരെ? ഇത് തന്നെയല്ലേ ഉണ്ടായേ? കൂട്ടുകാർക്ക് അറിയാം അല്ലേ ഈ കഥ? നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. കഥ കേൾക്കാം. പുളിയൻ മുന്തിരിങ്ങ. നല്ല പഴുത്ത മുന്തിരിങ്ങയുടെ മണം കേളുക്കുറുക്കന് സന്തോഷമായി. അവൻ്റെ വായിൽ വെള്ളമൂറി. അവൻ പമ്മി പമ്മി തോട്ടത്തിലെത്തി. മുന്തിരിക്കുലയെല്ലാം വളരെ ഉയരത്തിലാണ്. എങ്ങനെ കിട്ടും? കുറുക്കച്ചാർ ചിന്തിച്ചു. കൊതി അടക്കാൻ വയ്യ. അവൻ മുന്തിരിക്കുലയിലേക്ക് നേരെ വായും പൊളിച്ച് ചാടി അല്ലേ? മുന്തിരിങ്ങയുടെ മണം കേട്ടപ്പോൾ കുറുക്കൻ്റെ വായിൽ വെള്ളം വന്നു അല്ലേ? എന്നിട്ട് എന്തു ചെയ്തു? മുന്തിരിക്കുല നടക്കുന്ന തോട്ടത്തിലേക്ക് പമ്മി പമ്മി ചെന്നു അല്ലേ? പക്ഷേ എന്ത് ചെയ്യാനാ? കുലയൊക്കെ വളരെ ഉയരത്തിലാണ് ഉണ്ടായിരുന്നത് അല്ലേ? കുറുക്കച്ചാർക്ക് കിട്ടുമോ? ഇല്ല. അപ്പം കുറുക്കച്ചാർ എന്ത് ചെയ്തു? അത് കിട്ടാൻ വേണ്ടിയിട്ട് വായും പൊളിച്ചിട്ട് ചാടി നോക്കിയല്ലേ മുന്തിരിക്കുല കിട്ടുമോയെന്ന്. പക്ഷേ കിട്ടിയില്ല അല്ലേ? അപ്പോൾ ഇത് കണ്ട ചോണനുറുമ്പിനും ചിലന്തിക്കും ചിരി വന്നു അല്ലേ? അപ്പം കേളുകുറുക്കൻ എന്ത് പറഞ്ഞു? ആർക്ക് വേണം ഈ പുളിയൻ മുന്തിരിങ്ങ അല്ലേ? കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും അല്ലേ കൂട്ടുകാരെ? ഇനി നോക്കൂ. ഇനി കൂട്ടുകാർക്ക് കഥ പറയാനുണ്ട് ഇവിടെ. കണ്ടില്ലേ? പുറത്തിറങ്ങിയ കുറുക്കച്ചാർ കറമ്പിക്കാക്കയെ കണ്ടു. കറമ്പി പറഞ്ഞു, കുറുക്കച്ചാ, അങ്ങനെ തോറ്റു മടങ്ങരുത്. കേളുക്കുറുക്കൻ വീണ്ടും ആലോചിച്ചു. അവനൊരു സൂത്രം തോന്നി. എന്നിട്ടോ? ബാക്കി കഥ കൂട്ടുകാര് എഴുതി ചേർക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ബാക്കി കഥ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കണം. എന്തായിരിക്കും കുറുക്കന് കിട്ടിയ സൂത്രം? കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് സൂത്രങ്ങൾ കൂട്ടുകാർക്ക് അറിയാം അല്ലേ? അപ്പം അത് ചേർത്തിട്ട് കഥ മുഴുവൻ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കൂടി വായിച്ചു നോക്കിയാലോ? പുറത്തിറങ്ങിയ കുറുക്കച്ചാർ കറമ്പിക്കാക്കയെ കണ്ടു. കറമ്പി പറഞ്ഞു, കുറുക്കച്ചാ, അങ്ങനെ തോറ്റു മടങ്ങരുത് അല്ലേ? നമ്മളെവിടെയും തോറ്റു മടങ്ങാൻ പാടില്ല അല്ലേ? പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം കേളുക്കുറുക്കൻ അതുകൊണ്ട് തന്നെ എന്താ ചെയ്തത്? വീണ്ടും ആലോചിക്കാൻ തുടങ്ങിയല്ലേ? മുന്തിരി കിട്ടാൻ എന്താണ് വഴിയെന്ന്. അവനൊരു സൂത്രം തോന്നി. എന്നിട്ടോ? കേളുക്കുറുക്കൻ വേഗം പോയിട്ട് മറ്റു കുറുക്കന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു അല്ലേ? കുറുക്കന് ഒരുപാട് സുഹൃത്തുക്കളില്ലേ? പിന്നെ കുറുക്കൻ്റെ അമ്മയെയും കൂട്ടുകാരെയും എല്ലാവരും വിളിച്ചുകൊണ്ട് വന്നു അല്ലേ? എന്നിട്ട് ഒരാളുടെ മുകളിൽ വേറൊരാൾ, അതിന് മുകളിൽ വേറൊരാൾ, അതിന് മുകളിൽ അങ്ങനെ കയറി അവസാനം കേളുക്കുറുക്കനും മുകളിൽ കയറി മുന്തിരക്കുലകൾ പറിച്ചു അല്ലേ? അതാണ് കഥ. അപ്പം നമ്മൾ ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്?
അങ്ങനെ ഒരിടത്തും തോറ്റു മടങ്ങരുത്. നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പരിശ്രമിക്കാതിരിക്കരുത് അല്ലേ? വീണ്ടും വീണ്ടും പരിശ്രമിക്കണം. ഓരോ സൂത്രങ്ങളെല്ലാം ആലോചിച്ച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ കഥ അല്ലേ? ഇനി കൂട്ടുകാർക്ക് വേറെ എന്തെങ്കിലും സൂത്രം തോന്നുന്നുണ്ടോ? എങ്കിൽ അങ്ങനെ കഥ പൂരിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടായത്? കുറുക്കൻ മറ്റു കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരാളുടെ മുകളിൽ ഒരാൾ എന്ന നിലയിൽ കയറി 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 മുകളിൽ നിൽക്കുന്ന മുന്തിരിക്കുലകൾ പറിച്ചെടുത്തു അല്ലേ? അപ്പോൾ എല്ലാവർക്കും മുന്തിരി കിട്ടിയല്ലേ കൂട്ടുകാരെ? അതാണ് കഥ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. പദങ്ങൾ ചേർത്ത് വാക്യം എഴുതൂ അല്ലേ? പദങ്ങൾ ചേർത്ത് വാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. എന്താണ് വിരിയ? വിരിഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ടല്ലേ? അവിടെ ഒരു പദം ഇല്ല. അപ്പം അതെന്താണ്? വിരിയുന്നത് എന്താണ്? പൂവാണ് വിരിയ. ഏത് പൂവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? നോക്കൂ. ചെമ്പകം വിരിഞ്ഞു അല്ലേ? പിന്നെയോ കറക്കി എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു പദം അവിടെ വിട്ടുപോയിട്ടുണ്ട്. എന്താണ് നമ്മൾ കറക്കുന്നത്? പമ്പരം കറക്കി അല്ലേ കൂട്ടുകാരെ? പമ്പരം കറക്കി. പിന്നെയോ പിന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത്? എന്തോ ഒന്ന് പറിച്ചു എന്ന് എഴുതിയിട്ടുണ്ടല്ലേ? ഏതോ ഒരു പദം അവിടെ വിട്ടുപോയിട്ടുണ്ട്. അപ്പം അതെന്താണ്? പറയൂ. കുമ്പളം പറിച്ചു അല്ലേ? അപ്പോൾ നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കിയാലോ. ചെമ്പകം വിരിഞ്ഞു. പിന്നെയോ പമ്പരം കറക്കി അല്ലേ? പിന്നെയോ കുമ്പളം പറിച്ചു അല്ലേ? അപ്പം എന്തൊക്കെയാണ്? ചെമ്പകം വിരിഞ്ഞു, പമ്പരം കറക്കി, പിന്നെ കുമ്പളം പറിച്ചു അല്ലേ? അപ്പം നമ്മൾ പദങ്ങൾ ചേർത്ത് വാക്യങ്ങൾ പൂരിപ്പിച്ചു അല്ലേ? ഇനി നോക്കൂ. താഴെ ബ്രേക്കറ്റിൽ 3 വാക്കുകൾ കൊടുത്തിട്ടുണ്ടല്ലേ? ഏതൊക്കെയാണ്? പരന്നു, കഴിച്ചു, കറുത്തു അല്ലേ? വാക്കുകൾ ഇതിൽ ഏത് വാക്കിൻ്റെ കൂടെയാണ് യോജിക്കുന്നത് എന്ന് നോക്കുക. എന്നിട്ട് അവ ചേർത്ത് നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കണം. അതല്ലേ പറഞ്ഞിരിക്കുന്നത്? കൂട്ടുകാർ നോക്കൂ. ആദ്യം തോന്നുന്ന പദം എന്താണ്? മാനം അല്ലേ? മാനം എന്താ ചെയ്യുക? നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. മാനം പരന്നു ആണോ? അല്ല അല്ലേ? മാനം കഴിച്ചു അങ്ങനെയാണോ? അല്ല അല്ലേ? മാനം കറുത്തു അതല്ലേ ശരി? അപ്പം നമ്മളവിടെ കറുത്തു എന്ന് എഴുതി കൊടുക്കണം അല്ലേ? അപ്പം എന്താ എഴുതിയത്? മാനം കറുത്തു അല്ലേ? മാനം കറുത്തു. ഇനി നോക്കൂ. മണം. താഴെ എന്താ കൊടുത്തിരിക്കുന്നത്? മണം പരന്നു. പിന്നെയോ മണം കഴിച്ചു. പിന്നെയോ മണം കറുത്തു. അപ്പം ഏതാണ് യോജിച്ചത്? മണം പരക്കുകയാണല്ലേ ചെയ്യുക. അപ്പം എന്താ എഴുതേണ്ടത്? മണം പരന്നു അല്ലേ? പിന്നെയോ ആഹാരം എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ? ആഹാരം നമ്മൾ എന്താ ചെയ്യുക? എല്ലാവർക്കും അറിയാം, കഴിക്കുകയാണല്ലേ? അപ്പോൾ ആഹാരം കഴിച്ചു അല്ലേ കൂട്ടുകാരെ? അപ്പം നമുക്കൊന്നുകൂടെ ചേർത്ത് വായിച്ചു നോക്കിയാലോ. മാനം കറുത്തു, മണം പരന്നു, ആഹാരം കഴിച്ചു അല്ലേ? മാനം കറുത്തു, മണം പരന്നു, ആഹാരം കഴിച്ചു അല്ലേ? അപ്പം നമ്മൾ പദങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കിയല്ലേ? ഇനി എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. അമ്മ പൂ പറിച്ചു, ആരതി മാല കോർത്തു അല്ലേ? അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ അവിടെ? അമ്മ പൂ പറിച്ചു, ആരതി മാല കോർത്തു. ഇനി അപ്പം അത് 2 വാക്യങ്ങളാണല്ലേ? ഏതൊക്കെയാണ് 2 വാക്യങ്ങൾ? അമ്മ പൂ പറിച്ചു എന്നുള്ളത് ഒരു വാക്യമാണ് അല്ലേ?
അവിടെ ഒരു കുത്ത് കണ്ടോ? അതെന്താണ്? അത് നമ്മൾ ആ വാക്യം പൂർത്തീകരിച്ചു എന്നാണ് കാണിക്കുന്നത് അല്ലേ? വാക്യം പൂർത്തിയായി അല്ലേ? അപ്പോൾ അവിടെ അമ്മ പൂ പറിച്ചു എന്നുള്ളത് ഒരു വാക്യമാണ് അല്ലേ? അതുപോലെ ആരതി മാല കോർത്തു എന്നുള്ളത് എന്താണ്? അത് വേറൊരു വാക്യമാണല്ലേ? അമ്മ പൂ പറിച്ചു എന്നുള്ളത് ഒരു വാക്യം. രണ്ടാമത്തെ വാക്യം എന്താണ്? ആരതി മാല കോർത്തു അല്ലേ? ആരതി മാല കോർത്തു എന്നുള്ളത് രണ്ടാമത്തെ വാക്യം. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളും കൂട്ടിച്ചേർത്ത് നമുക്കൊരു വാക്യമാക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? കൂട്ടുകാർ പറയൂ, നോക്കൂ. അമ്മയും ആരതിയും മാല ചൂടി അല്ലേ? ഒന്നിച്ച് പറയുമ്പോൾ എങ്ങനെയാ പറയാ? ഒറ്റ വാക്യമാക്കി പറയുമ്പോൾ അമ്മയും ആരതിയും അല്ലേ? രണ്ടാളും എന്താണ് ഒരുമിച്ച് ചെയ്ത കാര്യം? മാല ചൂടുകയാണ്. അമ്മ പൂ പറിച്ചു, ആരതി മാലയും കോർത്തു. അപ്പം മാല ഉണ്ടായി അല്ലേ? അപ്പം അമ്മയും ആരതിയും മാല ചൂടി അല്ലേ? അപ്പം എന്തായി? വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അമ്മ മാല ചൂടി എന്ന് പറയാം, ആരതി മാല ചൂടി എന്ന് പറയാം. അപ്പം അത് രണ്ടും ചേർത്തിട്ട് എങ്ങനെയാ പറയുന്നത്? അമ്മയും ആരതിയും മാല ചൂടി. ശരിയല്ലേ കൂട്ടുകാരെ? ഇനി നോക്കൂ, ഇവിടെ ഒരു ചെമ്പരത്തിപ്പൂവ് തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ ഒന്നേ ഉള്ളെങ്കിൽ നമ്മൾ എന്താ പറയുക? പൂവ് എന്ന് പറയും. ഒന്നിലധികം ഉണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഒന്നിലധികം പൂക്കൾ. അപ്പം പൂക്കൾ എന്ന് പറയും അല്ലേ? അപ്പം ഒന്നാണ് ഉള്ളതെങ്കിൽ പൂവ് എന്ന് പറയും അല്ലേ? ഏകവചനം. ബഹുവചനായിട്ട് എന്താ പറയുക? പൂക്കൾ എന്ന് പറയും അല്ലേ? പൂവ്, പൂക്കൾ. ഇനി എന്താ? കാക്കയെ കൊടുത്തിട്ടുണ്ടല്ലേ? കാക്ക ഒന്നാണെങ്കിൽ ഒരു കാക്കയാണ് അല്ലേ? ഇവിടെ ഒരുപാട് കാക്കകൾ കണ്ടോ? അപ്പം എന്ത് നമ്മൾ പറയും? കാക്കകൾ എന്ന് പറയും. ഇനി അതല്ല പക്ഷിയാണെങ്കിലോ? ഒരു പക്ഷിയുള്ളെങ്കിൽ പക്ഷി എന്ന് പറയും. ഒന്നിലധികം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? പക്ഷികൾ എന്ന് പറയും അല്ലേ? അപ്പോൾ പൂവ്, പൂക്കൾ, പക്ഷി, പക്ഷികൾ, കാക്ക, കാക്കകൾ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയാ? ഒന്നുള്ളതിന് പൂവ് എന്ന് പറയും, ഒന്നിലധികമുള്ളതിന് എന്താ പറയുക? പൂക്കൾ എന്ന് പറയും അല്ലേ? ഇനി നമുക്ക് ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കൂ. പറയൂ. ഇല, ഇലകൾ അല്ലേ? പിന്നെയോ പഴം, പഴങ്ങൾ അല്ലേ? പിന്നെയോ അങ്ങനെ നമുക്കെല്ലാം പറഞ്ഞു നോക്കാം അല്ലേ? പൂമ്പാറ്റ, പൂമ്പാറ്റകൾ അല്ലേ? അങ്ങനെ നമുക്ക് ഒന്നിലധികമുള്ളതിനെ ചേർത്ത് പറയാൻ പറ്റും അല്ലേ? ചില വാക്കുകളൊക്കെ അങ്ങനെ പറയാൻ പറ്റും അല്ലേ? ഇനി പാടാം. എന്താണ് പാട്ട്? നിമ്മി ചിരിച്ചു ഹി ഹി ഹി, അമ്മ ചിരിച്ചു ഹ ഹ ഹ, നിമ്മിയും അമ്മയും ഒത്തു ചിരിച്ചു ഹ ഹ ഹി ഹി ഹോ ഹോ ഹോ. ഇത് എന്തിനെ പറ്റിയുള്ള പാട്ടാ? ചിരിയെക്കുറിച്ചുള്ളതാണല്ലേ? പക്ഷേ കൂട്ടുകാർ മൂന്നാമത്തെ വരി ശ്രദ്ധിച്ചോ? നോക്കൂ. നിമ്മി ചിരിച്ചു ഹി ഹി ഹി, അമ്മ ചിരിച്ചു ഹ ഹ ഹ, നിമ്മിയും അമ്മയും ഒത്തു ചിരിച്ചു ഹ ഹ ഹി ഹി ഹോ ഹോ ഹോ. അപ്പം ഒന്നാമത്തെ വരിയിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ? നിമ്മി മാത്രമേ ചിരിച്ചുള്ളൂ അല്ലേ? രണ്ടാമത്തെ വരിയിലോ? അമ്മ ചിരിച്ചു അല്ലേ? പിന്നെ മൂന്നാമത്തെ വരി കൂട്ടുകാർ ശ്രദ്ധിച്ചോ? നിമ്മിയും അമ്മയും അല്ലേ? രണ്ടാളും കൂടി ചേർത്ത് പറയാം. എങ്ങനെയാ? നിമ്മിയും അമ്മയും അല്ലേ? അപ്പോൾ നമുക്കൊന്നുകൂടി പാടി നോക്കാം. നിമ്മി ചിരിച്ചു ഹി ഹി ഹി, അമ്മ ചിരിച്ചു ഹ ഹ ഹ, നിമ്മിയും അമ്മയും ഒത്തു ചിരിച്ചു ഹ ഹ ഹി ഹി ഹോ 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 അല്ലേ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ കൂട്ടുകാരെ? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്? ഒരു കഥ പറഞ്ഞു നോക്കണം അല്ലേ? കഥ പറയാൻ പഠിച്ചു നമ്മൾ. പിന്നെയോ പദങ്ങൾ ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കി നോക്കണം അല്ലേ?
ഒരുപാട് വാക്യങ്ങൾ കൂട്ടുകാരിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പദങ്ങൾ ചേർത്ത് വാക്യങ്ങൾ എഴുതാനാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് എത്ര പദങ്ങൾ വേണമെങ്കിലും ചേർത്ത് വാക്യങ്ങൾ ഉണ്ടാക്കാം അല്ലേ? റോസാപ്പൂവ് വിരിഞ്ഞു. പിന്നെയോ മുല്ലപ്പൂവിൻ്റെ മണം പരന്നു അല്ലേ? അങ്ങനെ ഒരുപാട് വാക്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം അല്ലേ? മാമ്പഴത്തിന് നല്ല മണം അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പദങ്ങൾ ചേർത്ത് നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കാം. പിന്നെയോ എങ്ങനെയാണ് രണ്ട് വാക്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അമ്മ പൂ പറിച്ചു, ആരതി മാല കോർത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ ഒന്നിച്ചെങ്ങനെയാ ഒരു വാക്യത്തിൽ പറഞ്ഞത്? അമ്മയും ആരതിയും അല്ലേ? അങ്ങനെ നമ്മൾക്ക് വാക്യങ്ങൾ ഉണ്ടാക്കാം അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ്? കുളവും കരയും, മഴയും വെയിലും, ഇടിയും മിന്നലും അല്ലേ? ഒന്നിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെയോ പിന്നെ കൂട്ടുകാർക്ക് എന്താ അതിൽ പഠിക്കാനുള്ളത്? ഏകവചനവും ബഹുവചനവും അല്ലേ? അങ്ങനെ വെച്ചാൽ എന്താ? ഒന്നുള്ളതും ഒന്നിലധികമുള്ളതിനെയും നമ്മൾ എന്താണ് പറയുക അല്ലേ? പൂവ്, പൂക്കൾ, പഴം, പഴങ്ങൾ, മരം, മരങ്ങൾ, പക്ഷി, പക്ഷികൾ. അങ്ങനെ ഒരുപാട് വാക്കുകൾ നമുക്ക് ഒന്നുള്ളതും ഒന്നിലധികമുള്ളതിനെയും എങ്ങനെയാണ് പറയുക എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ കൂട്ടുകാർ അങ്ങനത്തെ ഒരുപാട് വാക്കുകൾ കണ്ടെത്തി നോക്കണം അല്ലേ? അതൊക്കെയാണ് നമ്മൾ പഠിച്ചതല്ലേ? ഇനി നോക്കൂ, നമ്മൾ ഈ പാഠഭാഗത്തിൽ ഏതെല്ലാം അക്ഷരങ്ങൾ പഠിച്ചു? അവ വരുന്ന വാക്കുകൾ നമ്മൾ കണ്ടെത്തണം അല്ലേ പാഠഭാഗത്തുനിന്ന്? കൂട്ടുകാർ ഒരുപാട് വാക്കുകൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ കൂട്ടുകാർ എന്തൊക്കെ വാക്കുകൾ പഠിച്ചു പറയൂ? ആയിൽ തുടങ്ങുന്ന ഏതെല്ലാം വാക്കുകളാണ് പഠിച്ചത്? അമ്മു പൂമ്പാറ്റ, അവൾ, അറിയില്ല, അഴക്. അങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ പഠിച്ചല്ലേ? പിന്നെ ആയിൽ തുടങ്ങുന്നതോ പറയൂ? ആയിൽ തുടങ്ങുന്ന ആകാശം അല്ലേ? പിന്നെ ആവോളം നുകർന്നു എന്ന് പറയുന്നുണ്ടല്ലേ? ആവോളം. പിന്നെയോ പറയൂ. പിന്നെ ലായിൽ പുള്ളികൾ, പുള്ളിയുടുപ്പ്, വെള്ളപ്പൂക്കൾ അല്ലേ? അതിലെല്ലാം ളായുണ്ടല്ലേ? പിന്നെയോ പറയൂ. ദായിൽ തുടങ്ങുന്ന എന്തെല്ലാം പഠിച്ചു? പൂന്തോട്ടം. ദാ വരുന്ന എന്തെല്ലാം വാക്കുകൾ പഠിച്ചു? പൂന്തോട്ടം, ചന്തം, സന്തോഷം, പൂന്തേൻ അല്ലേ? അങ്ങനെ ഒത്തിരി വാക്കുകൾ ദായിലുള്ളത് പഠിച്ചിട്ടുണ്ടല്ലേ? പിന്നെയോ ലായിലുള്ളതോ പറയൂ. എല്ലാം, മുല്ല അല്ലേ? ഇനിയും ഒരുപാട് വാക്കുകൾ കൂട്ടുകാർ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം കൂട്ടുകാർ പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതണം കേട്ടോ. പിന്നെയോ ഹായിൽ തുടങ്ങുന്നതോ? ഹായ് അല്ലേ? പിന്നെയോ പിന്നെ ഹാ വരുന്നതോ? മോഹം അല്ലേ? പിന്നെ ഹേയ്. അങ്ങനത്തെ വാക്കുകളൊക്കെ കണ്ടില്ലേ? പിന്നെയോ ബായിൽ തുടങ്ങുന്നതോ? ബായിൽ തുടങ്ങുന്നതില്ല അല്ലേ? എന്നാൽ ബാ ഉള്ള ഒരു വാക്ക് പറയൂ. പൂമ്പാറ്റ അല്ലേ? പിന്നെയോ ചെമ്പരത്തി അല്ലേ? പിന്നെ ചെമ്പകം അല്ലേ? പമ്പരം. പിന്നെയോ കുമ്പളം. ഈ വാക്കുകളൊക്കെ നമ്മൾ കേട്ടല്ലേ? പിന്നെ സായോ സന്തോഷം, സങ്കടം, സുന്ദരി. ഈ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെയോ നായോ വേണം, വർണ്ണം അല്ലേ? ഇനി ഒത്തിരി വാക്കുകൾ പാഠത്തിലുണ്ട്. കൂട്ടുകാർ അതെല്ലാം കണ്ടെത്തി എഴുതണം കേട്ടോ. പിന്നെ ചായിൽ തുടങ്ങുന്നതോ? ചുവന്നു അല്ലേ? ചന്തം, ചെമ്പരത്തി. പിന്നെ ചായിൽ തുടങ്ങുന്നതോ? ചിൽ ചിൽ അല്ലേ കൂട്ടുകാരെ? അപ്പോൾ
ഇനിയും ഒത്തിരി വാക്കുകളുണ്ടല്ലോ ഇതിൽ. അതെല്ലാം കൂട്ടുകാർ കണ്ടെത്തി എഴുതണം കേട്ടോ. നന്ദി കൂട്ടുകാരെ.